സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് സംസ്ഥാനത്തെ സർവകലാശാല ആസ്ഥാനങ്ങളിലേക്ക് SFI നടത്തിയ മാർച്ചിൽ വൻ സംഘർഷമാണ് ഉണ്ടായത്. കേരള സർവകലാശാലയിൽ പോലീസിനെ നിഷ്ക്രിയരാക്കി ബാരിക്കേഡ് കടന്ന് SFI പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബറിനടുത്തേക്ക് ഇരച്ചുകയറി. കണ്ണൂർ, കാലിക്കറ്റ്, MG സർവകലാശാല ആസ്ഥാനങ്ങളിലേക്കും വൻ പ്രതിഷേധമുണ്ടായി. സമര തുടർച്ച പ്രഖ്യാപിച്ച് മറ്റന്നാൾ സർവകലാശാലയിലേക്കും രാജ്ഭവനിലേക്കും SFI പ്രതിഷേധ മാർച്ച് നടത്തും. ചാൻസലർക്കും വൈസ് ചാൻസലർക്കുമെതിരെ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്നുണ്ടായത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൻ പ്രതിഷേധവും സംഘർഷവും. പ്രകടനമായെത്തിയ SFI പ്രവർത്തകർ പോലീസിന്റെ കണക്ക് തെറ്റിച്ച് കൂട്ടത്തോടെ ബാരിക്കേഡ് ചാടിക്കടന്ന് അകത്തേക്ക് ഓടിക്കയറി. പ്രധാന കവാടത്തിന് മുന്നിൽ പോലീസ് നിലയുറപ്പിച്ചതോടെ പല വഴിക്ക് SFI പ്രവർത്തകർ സർവകലാശാലയുടെ അകത്തേക്ക് കയറി. ഏറെ നേരം നീണ്ട കയ്യാങ്കളിക്കൊടുവിൽ പ്രധാന വാതിൽ തള്ളി തുറന്ന് പ്രവർത്തകർ കൂട്ടത്തോടെ അകത്തേക്ക്. വൈസ് ചാൻസലറുടെ ചേംബറിനരികെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് പിന്നെ കണ്ടത്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉൾപ്പെടെയുള്ളവരെ ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ വീണ്ടും പോലീസും SFIയും നേർക്കുനേർ. രണ്ട് മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ SFI പ്രവർത്തകർ പുറത്തേക്കിറങ്ങാൻ തയ്യാറായി. ബലം പ്രയോഗിച്ചും വലിച്ചിഴച്ചുമാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസിന് പുറത്തേക്കെത്തിക്കാനായത്. പിന്നാലെ സമരത്തിന് പിന്തുണയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സർവകലാശാലയിലെത്തി. തോന്നിയ പോലെ എന്ത് തോന്നിയാസം കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സമരം ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്തങ്ങ് ഇറങ്ങി നടക്കാം, ഒന്ന് തെക്കുവടക്ക് നടക്കാം എന്നൊരു ഗവർണറും കരുതേണ്ടതില്ല. ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല. അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ ഈ കേരളത്തിൽ SFIക്ക് അറിയാം. SFI കണ്ണൂർ സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിലും വൻ സംഘർഷമുണ്ടായി. സർവകലാശാല ആസ്ഥാനത്തെ വാതിലും ജനൽ ചില്ലുകളും അടിച്ചു തകർത്ത പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോലീസ് വലയം ഭേദിച്ച് അകത്തു കടന്ന പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. ഒരു വിഭാഗം പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ഔദ്യോഗിക വസതിയുടെ മതിൽ ചാടിക്കടന്ന് വീടിന് മുന്നിൽ പ്രതിഷേധിച്ചു. വൈസ് ചാൻസലർ P രവീന്ദ്രന്റെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ സംഘികൾക്ക് പാദസേവ ചെയ്തു കൊടുക്കപ്പെടും എന്ന ബോർഡ് സ്ഥാപിച്ചു. MG സർവകലാശാലയിലേക്കും SFI പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധക്കാർ ബാരിക്കേഡ് തകർത്തു.
സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഗേറ്റ് ചാടിക്കടന്ന പ്രവർത്തകർ ബ്ലോക്കിന് മുന്നിൽ പ്രതിഷേധിച്ചു. കേരള സർവകലാശാലയിൽ ഗവർണർക്കും വൈസ് ചാൻസലർക്കും എതിരെ സ്വീകരിക്കുന്ന നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് SFI പ്രഖ്യാപിച്ചു. മറ്റന്നാൾ സർവകലാശാലയിലേക്കും രാജ്ഭവനിലേക്കും SFIയുടെ പ്രതിഷേധ മാർച്ചുണ്ടാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.